ഹായ് ഹലോ നമസ്തേ എല്ലാവരും എങ്ങനെ ഉള്ളരി അപ്പോൾ കാലത്ത് തന്നെ വ്ളോഗ് സ്റ്റാർട്ടാക്കിനി കാലത്തെ എപ്പോഴത്തെ പോലെ തന്നെ ചായക്ക് ഫസ്റ്റ് ആക്കിയോണ്ടുള്ള ചില്ലെങ്കിൽ എൻ്റെ നമ്മയൊക്കെ വേഗം പോകാനല്ലേ അങ്ങനെ ഇന്നുണ്ടല്ലേ പലാവ് ആക്കാൻ നേരിട്ടുണ്ടല്ലേ പലാവുക്ക് നീരുള്ളി ടൊമാറ്റോ എല്ലാം കട്ടാക്കിയിട്ടുണ്ടല്ലേ ഫസ്റ്റേക്ക് ഇപ്പോൾ ഞാൻ എണ്ണയിൽ ഫ്രൈ ആക്കിയോണ്ടുള്ളേ എല്ലാം ഫ്രൈ ആയ പിന്നെ ഉണ്ടല്ലേ അതിലൊക്കെ ഞാൻ ബട്ടാണി ഒരുന്നൊക്കെ മുന്നേ പൊതിരന് വെച്ചിട്ടുണ്ട് ഞാൻ അതിനെ ഇപ്പോൾ ഇട്ടിട്ട് അതിനെ ചോറ് നേരെ ഫ്രൈ ആക്കിയ പിന്നെ ഇവിടെ ഞാനുണ്ടല്ലേ ഗ്രൈൻഡ് ആക്കിനി കായ്മുളക് പിന്നെ കൊത്തമ്പരി സൊപ്പ് ശുണ്ഠി എല്ലാം ഇട്ടിട്ട് പിന്നെ ഇതിലേക്കുണ്ടല്ലോ ദപ്പത്തിൻ്റെ കൊജപ്പ് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് ഇതിനെ നല്ല അതിൻ്റെ പച്ചമണപ്പോളം ഇതിനല്ലേ ഫ്രൈ ആക്കി പിന്നെ ഞാനിവിടെ എന്ത് കൊത്തുണ്ട ഫാമിലി റൈസ് ഉണ്ട് അതിനെ ഇട്ടിട്ട് അതിലേക്ക് ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ടല്ലോ ബാനത്ര തണ്ണിയെല്ലാം ഇട്ടിട്ട് ഇപ്പോൾ കുക്കറിൽ ബേവന് വെച്ചിന് അങ്ങനെ പലാവ് റെഡിയായി ചില്ലെങ്കിൽ നമ്മൾക്ക് ബേവ് പോകാനുള്ള കാരണം ഉണ്ടല്ലോ ഞാൻ ബേ കുക്കർ ഓപ്പൺ ആക്കിന് അപ്പോൾ കൊച്ച ഇരിക്കുന്നല്ലേ അങ്ങനെ നമ്മേൻ്റെ ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് സ്കൂളിലേക്ക് ഞാൻ ബസ്സിൻ്റെ അടുത്തോളം കൊണ്ടാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ജോറ് കാറ്റി മഴ വന്നോണ്ടുണ്ടു അങ്ങനെ ഞങ്ങൾ ഇവിടെ മഴ നിൽക്കുവാനി കാത്തോണ്ടുണ്ടു പക്ഷെ ഞാൻ വരുമ്പോൾ നിന്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ആവണോ കേട്ടാ ആ നീ പിന്നെ പോയാൽ മതി ഞാൻ ഇപ്പോൾ ഒരിക്കലും എൻ്റെ വട എടുത്തോളൂ അതിന് ഞാൻ ബൈക്ക് എങ്ങനെ പിടിച്ചോളത് എനക്കല്ലേ എങ്ങനെ പിടിച്ചോളി അങ്ങനെയല്ല ഒറ്റയ്ക്ക് കാണാനില്ല അളപ്പനാന്നില്ല കുട്ടി ഞാൻ വെക്കുന്നത് ഞാൻ വരുമ്പോൾ നിന്റെ ഹോംവർക്ക് ആണോ അത് പൊട്ടിനി കട്ടായി മഴ വരുന്നത് അപ്പൊ നാച്ചണ്ടാന്നില്ലണ്ണാ ആ എന്ത് കഴിയാത്ത എന്താ നോക്കുന്നതിന് 2 പേജ് നിനക്ക് തോട്ടിലൊക്കെ പോയിട്ട് കളിക്കാൻ കഴിയുന്ന നിനക്ക് അങ്ങനെ മഴ നിൽക്കുന്നതേ കാണുന്നില്ല പിന്നെ ഞാൻ ഈ റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ടല്ലേ നമ്മേനെ ബസ്സിൻ്റെ അവിടേക്ക് കൊണ്ടാക്കിയിട്ട് റിട്ടേൺ വന്ന് അതിന് പിന്നെ അവിടെ ഞാൻ മീഷോന്നൊരു സ്കൂട്ടിക്ക് ഒരു കവർ എടുത്തിട്ടുണ്ടായി അതിനിപ്പോൾ ഇട്ടുകൊണ്ടുള്ള ഇത് എത്ര നാളിരുന്ന് നിലട്ടണക്കാരല്ല ഫസ്റ്റ് ആകുമ്പോൾ അങ്ങനല്ലേ ഭാര്യ ജാഗ്രതയിലെല്ലാം ഇടുന്നു പിന്നെ അവിടെ എറിഞ്ഞിട്ടിരിക്കും ഇത് അതിന് പിന്നെ ഉള്ളിൽ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഞാൻ എനക്ക് പിന്നെ നിയാൻഷു കൂടെ ചായ ആക്കിയോണ്ടുള്ള ഇന്ന് പാൽ ചായ ആക്കിയോണ്ടുള്ള ഇല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ കണ്ണ ചായ ആക്കുന്നത് അങ്ങനെ അതിന് പിന്നെ ഉണ്ടല്ലേ നിയാൻഷിൻ്റെ ഇത് സാലക്കൊള്ളുന്ന പ്ലേറ്റ് പിന്നെ ടിഫിൻ അതെല്ലാം ഉണ്ടല്ലേ അതിനെല്ലാം ഇപ്പം കതിറ്റി വെച്ചോണ്ടുള്ളേ ഞാൻ ഹോംവർക്ക് ആക്കിയിട്ടേ തീർന്നിട്ടില്ല അവൻ്റെ എപ്പോഴും അങ്ങനെ കാലത്തൊക്കെ വെക്കുന്നത് എപ്പോഴും ഹോംവർക്ക് അങ്ങനെ ഹോംവർക്ക് എല്ലാം ആയ പിന്നെ അവന് ഞാനിപ്പോൾ ചായ വിളമ്പിയോണ്ടുള്ളേ പലാവ് ചെല്ലെങ്കിൽ എൻ്റെ പിള്ളേർക്കുണ്ടല്ലേ ഭാരി ഇഷ്ടമാണ് ഞാൻ മാത്രം ആക്കുന്നത് കുറച്ചോ എന്താ ചെല്ലെങ്കിൽ അത് കുറച്ച് കഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ജാസ്തി ദോശ പിന്നെ റൊട്ടി അങ്ങനത്തെ ഐറ്റം എന്നെ ആക്കുന്നത് പിന്നെ നിയാൻഷു ഇപ്പോൾ ഇവിടെ ചായ കുടിച്ചോണ്ടുള്ളൂ അതിന് പിന്നെ ഞാനുണ്ടല്ലേ അവൻ്റെ ബുക്ക് ബാഗ് അതെല്ലാം കറക്റ്റ് ആക്കിയിട്ട് എല്ലാം വെച്ചോണ്ടുള്ളൂ ഇപ്പോൾ എല്ലാം നീട്ടായിട്ട് എന്തായാലും ജാവ് എല്ലാം എടുത്തിട്ട് അവിടെ സോപ്പെല്ലാം തന്നെ ഇടുന്നത് ഏതനുണ്ടോ ഏതനില്ല എല്ലാം നോക്കണമല്ലേ അങ്ങനെ നിയാൻഷു നോക്കില്ല ചായ കുടിക്കുന്ന ഒരു സ്റ്റൈല് ഈ പലവാക്യം കൊണ്ടല്ലേ ഇതിലൊക്കെ ബട്ടാണി ഇട്ടം കൊണ്ടല്ലേ ഞങ്ങളെ നിയാൻഷുക്കಂತೂ ആന്നേ ഇല്ല നോക്കില്ല അതിനെ എങ്ങനെ പെരക്കിയിട്ട് എല്ലാം കോപ്പിലൊക്കെ ഇട്ടിട്ട് വെച്ചിനാ നിലത്തി അവനതെല്ലാം തർക്കാരി അങ്ങനത്തെ എല്ലാം ഇട്ടങ്ങ് ഇഷ്ടമാകുന്നില്ല പ്ലെയിൻ ആയിട്ട് പലവാക്കി എനിക്ക് ഇഷ്ടം പിന്നെ അതിൽ പിന്നെ ഉണ്ടല്ലേ നിയാൻഷുനെ കീപ്പിച്ചിട്ട് ഞാനിപ്പോൾ സാലൊക്കെ പോയിക്കൊണ്ടുള്ളൂ ഇപ്പം നോക്കുമ്പോൾ എൻ്റെ പയ്യൊന്നും നിയാൻഷു ഇല്ല നിയാൻഷു ഉണ്ടല്ലേ സീത അവൻ്റെ ദൊടപ്പൻ്റെ പേരൻ്റെ ജാളിലെ അയിലായിട്ട് വരുന്നത് ഓരോർക്ക് അങ്ങനെ നിയാൻഷു ബൈ തപ്പിയിട്ട് അപ്പുറത്തെല്ലാം ആയിട്ട് വരുന്നത് അതൊരു ഇഷ്ടം അവർക്ക് ദൊടമ്മൻ്റെ അവർക്ക് മീട് നോക്കിയിട്ടില്ലെങ്കിൽ അവൻ ഞാനില്ലായിട്ട് എടുക്കണു അങ്ങനെ നിയാൻഷിയിലായിട്ട് വന്നു പിന്നെ കുട എല്ലാം എൻ്റെ കയ്യിലുണ്ടായല്ലേ അതിനെല്ലാം ഞാനിപ്പോൾ നിയാൻഷിന് കൊടുത്തേ കുട ഞങ്ങൾക്ക് പിടിച്ചു പിന്നെ ബാഗ് കുറച്ച് വെയിറ്റ് ഉള്ള കൊണ്ട് ഞാൻ എന്നെ പിടിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾക്ക് മാർഗത്തിനടുത്തോളം പോകാനുണ്ടല്ലേ അങ്ങനെ ഫുള്ള് ചേരായനാവാ ഞങ്ങളെ പതിയെല്ലാം പോകാനില്ല മഴ വന്നെങ്കിൽ ഫുള്ള് ഗലേജ് ഞങ്ങളതിലല്ല ആയെങ്കിൽ നോക്കാനൊരു നല്ല വ്യൂ ഞങ്ങളവിടെ ചെല്ലെങ്കിൽ കണ്ടല്ലേ കണ്ടത്തെ നല്ലൊരു വ്യൂ പിന്നെ ഞങ്ങളവിടെ ഒരു ചെറിയ ഒരു ഇങ്ങനെ തണ്ണി പോകുന്ന ഇതുണ്ട് അതിൽ നിയാൻഷി എപ്പോഴങ്ങനെ ഈ തണ്ണിയിൽ കളിക്കുന്നത് അതിൽ ചെറിയ മീനെല്ലാം ഉണ്ട് അതിനെല്ലാം നോക്കിയിട്ടുണ്ടല്ലേ റിക്ഷ പേരോളം കളിക്കുന്നവോ അതിന് പിന്നെ റിക്ഷ വന്ന് നെല്ലുമ്പോൾ എന്നെ നിയാൻഷു പാഞ്ഞോ ഞങ്ങൾ റിക്ഷൻ്റെ ആളുണ്ടല്ലേ ഹോർൺ അടിച്ചെങ്കിൽ അയാൾ നിപ്പിക്കുന്ന തന്നെ ഇല്ല ഹോർൺ അടിച്ചോണ്ടിരിക്കുന്നത് നിയാൻഷു എന്നെ അവിടെ എത്തോളം ഹോർൺ അടിക്കുന്നു അങ്ങനെ നിയാൻഷു സ്കൂളിൽ പോയോ ഞാനിവിടെ പുരക്ക് വന്നിട്ട് ഞാനുണ്ടല്ലേ ഞങ്ങളെ സീത ബസ്സളൊക്കെ ഒരു പന്തളിട്ടിന് അതിനെല്ലാം നോക്കാനി നോക്കുമ്പോൾ ബസ്സളം ഉണ്ടല്ലേ പന്തളിന്ന് മീത്ത കയറിക്കോണുണ്ട് ഒരു വള്ളി നോക്കാം ഇത് ഞാനില്ലേ പീടിയെന്ന് കറക്കി കൊടുന്ന ബസ്സളം തന്നെ ഒരു കണ്ട നട്ടിനത് എത്ര വലുതാന്നിട്ട് നോക്കാം പിന്നെ പൂൻ്റെ തൈയെല്ലാം ഉണ്ട് ഇങ്ങനെ അതിന് പിന്നെ ഞാനെൻ്റെ റൂബിന് അളക്കൊനി പോയേ റൂബിക്കനി 1 നമ്പർ 2 നമ്പർ എല്ലാം ആക്കൊനുണ്ടല്ലേ അങ്ങനെ എല്ലാം അളക്കിയിട്ട് അതിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പം അതിലൊക്കെ ഉണ്ടല്ലേ പലാവ് ഇട്ടിന് ഞാൻ അങ്ങനെ സോക്കിൽ തിന്നോണ്ടുണ്ട് പലാവ് ഭാരി ഇഷ്ടം കാണണു റൂബിക്ക് അങ്ങനെ പലാവ് തിന്നോണ്ടുണ്ട് പിന്നെ ഉണ്ടല്ലേ ഞാൻ റൂബിനുണ്ടല്ലേ ഇപ്പോൾ അളക്കുന്ന തന്നെ ഇല്ല ചങ്ങലിട്ടിട്ട് എന്നെ പിടിച്ചോളുന്നത് എന്താ ചെല്ലം കൊണ്ടല്ലേ അത് പാഞ്ഞിട്ട് പോയാൽ കൊണ്ടല്ലേ പിന്നെ എൻ്റെ കൈക്ക് കിട്ടുന്നില്ല അതിലൊക്കെ ഞാനിപ്പോൾ എന്താക്കുന്നത് അതിനെ പിടിച്ചിട്ട് എന്നെ കാത്തിട്ടിരിക്കുന്നത് അത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ അങ്ങനെ അളക്കിയിട്ടാകുമ്പോൾ കൊണ്ടല്ലേ ഫുള്ള് റോട്ടിലെല്ലാം പോയിനി പിന്നെ ഗാഡിയെല്ലാം വരുന്നതല്ലേ ബാ ബാ ഗുഡക്ക് പോയി ബാ ഇനി മതി കമാൻ ബാ
ഞാനിവിടെ ചായ കുടിച്ചോണ്ടുള്ളേ ഒരു ന്യൂസ് ചാനലെല്ലാം വെച്ചിട്ടുണ്ടല്ലോ എപ്പോഴും ഞാൻ ചായ കുടിക്കുന്നത് ന്യൂസ് നോക്കിയോണ്ട് ചായ കുടിക്കാൻ എനിക്ക് ഭാരി ഇഷ്ടമാണ്. അങ്ങനെ നിയാൻഷു സ്കൂളിൽ പോയോ? ഇപ്പം ചെണ്ടാളു സ്കൂളിൽ പോയിട്ടായി. ഇനിയിപ്പോൾ എൻ്റെ പണി സ്റ്റാർട്ടാവണം. ഇനിയിപ്പോൾ ഫസ്റ്റ് കൊണ്ടല്ലേ ചോറ് വെക്കണം. അങ്ങനെ ഇപ്പോൾ ചോർക്ക് അരിയിടണം. പിന്നെ കറി എന്ത് ಗೊತ್ತುಂಟಾ? ഇന്നലെ ഞാൻ സാറ് പിന്നെ മുരിങ്ങ ചപ്പാക്കിനല്ലേ അതുകൊണ്ട് കറി കുറച്ചോ. പിന്നെ നോക്കാം എന്തെങ്കിലും മീൻ മിറ്റി കിട്ടുന്ന എന്തെന്നിട്ട് നോക്കണം. കുപ്പളത്തേക്കെല്ലാം പോകാനുണ്ടോ ഞാനത് പിന്നെ ഷെയർ ആക്കുന്നത്. ഇപ്പം ഞാൻ ഫസ്റ്റക്ക് അരി ഇടുന്നത് ഞാൻ കുറച്ച് വെച്ചാൽ മതി. ചോറുണ്ട് കുറച്ച് ഇന്നലത്തത് മതി. അങ്ങനെ അരിനുണ്ടല്ലേ 2-3 കുറി സോക്കിലൊക്കെ അതിട്ട് അതിനിപ്പോൾ തണ്ണിയെല്ലാം ബീത്തിട്ടുണ്ടല്ലേ ഞാൻ ബേവന് വെക്കുന്നത്. അതിന് പിന്നെ ഇത് പായച്ച പിന്നെ ഞാനുണ്ടല്ലേ മാജിക് ബോട്ടിൽ വെക്കുന്നത്. ഞാൻ ജാസ്തി ആയിട്ട് ചോറ് ഇങ്ങനെ വെക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് കുറച്ചാളല്ലേ ഞങ്ങൾക്ക് മതിയാന്ന് ഇത്. അങ്ങനെ ഇപ്പോൾ പായച്ചിട്ടെല്ലാം ഇപ്പം ഞാൻ മാജിക് ബോട്ടിൽ വെച്ചോണ്ടുള്ളേ. അതിന് പിന്നെ ഉണ്ടല്ലേ ഞാൻ ഉപ്പളത്തേക്ക് പോയിട്ടില്ല. എൻ്റെ മാമു എന്നെ മീൻ കൊടുന്ന് ഇന്ന് മീൻ എന്താ അറിയുക എട്ടി കൊടുന്നിന് അയാൾ. ഇതുണ്ടല്ലേ മറ്റേ നാട എട്ടി ചെന്നല്ലേ പോറ്റുന്ന എട്ടി ആ എട്ടി ഇത് മാത്രം ടേസ്റ്റ് ഇരിക്കുന്നു മാത്രം. അങ്ങനെ ഈനെ ക്ലീനാക്കാൻ തന്നെ കുറേ നേരമാണത്. ഈ എട്ടി മീനെല്ലാം കൊടുന്ന കൊണ്ടല്ലേ അത് കുറേ നേരമാണ് അതിനെ പിന്നെ ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ അതിൽ കുറച്ചാണത്. പിന്നെ അതിൻ്റെ മിഡിലൊരു ബള്ളി പോലെ ഉണ്ടല്ലേ ബ്ലാക്ക് കളർ അതിനെ കൂടെ എല്ലാം എടുക്കണില്ലെങ്കിൽ പിള്ളേർക്ക് ബയർന്നമ്പലാന്ന് ചെന്നേരി. അങ്ങനെ ഇപ്പോൾ ഞാനുണ്ടല്ലേ ബേമ്പേ ഫസ്റ്റ് എട്ടിനെ എന്നെ ക്ലീൻ ആക്കാനിരുന്നത്. പിന്നെ ഇതിലൊക്കെ ബേന്നതെല്ലാം റെഡിയാക്കാന്ന്. ഇന്ന് ഞാനുണ്ടല്ലേ എട്ടിൻ്റെ ഒരു ഗ്രീൻ സുക്കാക്കാൻ എന്നിട്ടുള്ളേ. അങ്ങനെ എപ്പോഴും കറി എന്നാക്കുന്നതല്ലേ നോക്കാം ഇന്നൊരു ചേഞ്ച് ആക്കാന്ന്. പിന്നെ എനിക്ക് കറി ഉണ്ട് ഇന്നലത്തെ എന്ത് ಗೊತ್ತುಂಟಾ മുരിങ്ങ ചപ്പു സാറാക്കിനല്ലേ ആ കറി ഉണ്ട് എൻ്റെ. അങ്ങനെ കൊണ്ട് ഞാൻ ഇന്ന് ഈനെ സുക്കാക്കാൻ നിലട്ടിന്ന്. ഇല്ലെങ്കിൽ സുക്കാക്കിയെങ്കിൽ ഈ കറി കുറച്ചാന്നതല്ലേ പിള്ളേർക്കും അങ്ങനെ ഇങ്ങനത്തെതെല്ലാം കറിയാക്കിയും കൊണ്ടല്ലേ സോക്കിൽ തിന്നരി. അങ്ങനെ ഇപ്പോൾ ക്ലീനെല്ലാം ആക്കിയിട്ടായി എട്ടി നോക്കി ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ എത്ര കുറച്ചായത്. ഫസ്റ്റ് നോക്കുമ്പോൾ കുറേ ഉണ്ടായി. അതിന് പിന്നെ ഇതിലൊക്കെ ഇല്ലേ നീരുള്ളി ടൊമാറ്റ പിന്നെ ശുണ്ഠി ചെല്ലുമ്പോൾ എല്ലാവരും എന്ത് കേൾക്കുന്നവർ ജിഞ്ചറായ ഞങ്ങൾ ശുണ്ഠി എന്ന് ചൊല്ലുന്നത്. പിന്നെ അതിനെല്ലാം കട്ടാക്കിയിട്ട് ഇപ്പോൾ കായ്മുളകും എല്ലാം കട്ടാക്കിയിട്ട് ഇപ്പോൾ റെഡിയായി. പിന്നെ ഒരു ഇല്ലേ തേങ്ങ വേണതിലേക്ക് തേങ്ങ ചില സുക്ക കറി ആക്കുന്നതല്ലേ. അങ്ങനെ തേങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ തണ്ണിനെ ഞാൻ എന്നെ കുടിച്ചേ. പിള്ളേരുണ്ടെങ്കിൽ നിയാൻഷ് കുടിക്കുന്നു അവനിഷ്ടമാണ് തേങ്ങൻ്റെ തണ്ണി. അതിന് പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഫസ്റ്റ് ഒരു ബണല വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട പിന്നെ നീരുള്ളി പിന്നെ ശുണ്ഠി ഇട്ടിട്ടുണ്ടല്ലേ അതിനെ നല്ല ഫ്രൈ ആക്കണം. ഇത് കുറച്ച് നല്ല ഫ്രൈ ആവണം. അങ്ങനെ ഞാനില്ലേ ആ നേരത്ത് തേങ്ങ ചരച്ചിട്ടെല്ലാം വെച്ചേ. അങ്ങനെ ആകുമ്പോൾ കൂടെ നീരുള്ളി നല്ല ഫ്രൈ ആയിട്ടുണ്ടായി. പിന്നെ ഞാനില്ലേ ടൊമാറ്റോ പിന്നെ കായ്മുളക് ഇട്ടിട്ട് ഇത് കൂടെ അങ്ങനെ ഇപ്പം നല്ല ഒരിച്ചെല്ലാം സോഫ്റ്റ് ആവണം. കുറച്ച് ഉപ്പെല്ലാം ഇട്ടുകൊണ്ടുള്ളേ കൂടെ ഞാനുണ്ടല്ലേ പിന്നെ ഒരു ഗ്യാസിൽ തേങ്ങ വറുത്തോണ്ടുള്ള അതിൽ കുറച്ച് ഒരു മഞ്ഞപ്പൊടി ഇട്ടിട്ട് തേങ്ങ വറുത്തിട്ട് വെച്ചേ. പിന്നെ ഉണ്ടല്ലേ ഇവിടെ ടൊമാറ്റോ എല്ലാം നല്ല സോഫ്റ്റ് ആയ പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ മസാല ചില ഗ്രീൻ ചിക്കൻ മസാല പൊടി ഉണ്ടല്ലേ അതിനിട്ടിട്ട് അതിന് പിന്നെ അതിലേക്ക് എട്ടിയെല്ലാം ഇട്ടിട്ടുണ്ടല്ലേ നല്ല സോക്കിലേന എന്ത് ഫ്രൈ ആക്കുന്നത്. പിന്നെ ഇല്ലേ ഇതിലേക്ക് തണ്ണി വേണം കുറച്ചൊരു തണ്ണി ബീത്ത അതിൽ പിന്നെ ഞാനിവിടെ തേങ്ങ കുറച്ചൊരു ചവളിയായി പിന്നെ അതിൽ കുറച്ചൊരു ജീരക ഇട്ടിട്ടുണ്ടല്ലോ അതിനെ പൊടിയാക്കിയിട്ട് വെച്ചേ. പിന്നെ ഇപ്പം നോക്കുമ്പോൾ ഇവിടെ നല്ല എട്ടിയെല്ലാം നല്ല വെന്തിട്ട് വന്നിനി കുറച്ച് അതിൻ്റെ തണ്ണിയെല്ലാം ഉണ്ടല്ലേ അതെല്ലാം ഇളക്കിനി. പിന്നെ ഞാൻ കുറച്ച് തണ്ണി ബീത്തിനാവും അതിലൊക്കെ ഇല്ലെങ്കിൽ അത് അടി പിടിക്കുന്നല്ലേ. പിന്നെ എൻ്റെ ഇത് ഇന്നലത്തെ കറി മുരിങ്ങച്ചപ്പ് പിന്നെ ബേള ഉണ്ടല്ലേ അതിൽ അത് സാറാക്കിയ ഭാരി ടേസ്റ്റ് ആയിന്. അങ്ങനെ എനിക്ക് അതിനെ എറിയ മനസ്സേ വന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഉണ്ടല്ലേ എട്ടി ബന്ധ പിന്നെ അതിലൊക്കെ ഞാൻ തേങ്ങ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലേ അതിനിട്ടിട്ട് നല്ല ഇപ്പം മിക്സ് ആക്കിയിട്ടായി. നോക്കി ഇപ്പം കറി റെഡിയായി. ലാസ്റ്റൊക്കെ ഞാൻ കുറച്ചൊരു കൊത്തമ്പരി സൊപ്പെല്ലാം ഇട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഈ എട്ടി സുക്കന നിങ്ങൾ ഒരിക്കൽ നോക്കി എങ്ങനെ വന്നിനി സൂപ്പറായിനാവോ മാത്ര എട്ടി ഗ്രീൻ സുക്ക നിങ്ങൾ ഒരിക്കൽ ട്രൈ ആക്കിയിട്ട് നോക്കി ഭാരി ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ എനക്ക് ഇതിനെ നോക്കിയിട്ടിരിക്കുവാനാ എനക്ക് കൂടെ പൈച്ചോണ്ടുണ്ടാ ഞാൻ ഇന്ന് പിന്നെ ഞാൻ ചോറെല്ലാം വളമിട്ടുണ്ടല്ലേ ബേക്കോൻ എന്നെ ഇരുന്നേ. ഇന്നലത്തെ മുരിങ്ങ സൊപ്പിൻ്റെ സാറും എട്ടി സുക്ക ഭാരി ടേസ്റ്റായിനി. അതിൽ പിന്നെ ഉണ്ടല്ലേ ഞാൻ ഈ വീഡിയോന ബൈറ്റൂടെ കണ്ടിന്യൂ ആക്കിയോണ്ടുള്ളേ. എൻ്റെ കുളിച്ചിട്ടല്ലായി നിയൻസ് കുളിച്ചിട്ടില്ല ഇനി കുളിക്കണത്രേ. നിയൻഷിക്ക് എന്തോ ചെല്ലാനുണ്ടല്ലോ ഇപ്പോൾ എന്ത് നിയൻഷ മാർക്ക് എടുത്തിനല്ല സാലറി എത്ര 56 50 6 എന്നല്ലേ 50 6 പിന്നെ 58 50 കന്നഡല് 28 നോക്ക അതെന്താ അങ്ങനെ 28 2 മാർക്ക് അങ്ങനെ ചെന്നത്. അത് എന്താ അത്ര കുറച്ചാ നിയാൻഷോ നീ പഠിക്കുന്നില്ല. വില കൂടിയത് 100 40 ഹിന്ദിയിൽ കുറച്ചൊരു ഉഷാറുള്ളൂ. ബാക്കി എല്ലാത്തിലും അത്ര ഇതില്ല. നീ മാത്സിൽ
ആ എത്ര മാത്സിൽ? 50 26. 50-ൽ 26. ആ പിന്നെ പിന്നെ ഇംഗ്ലീഷിലില്ലല്ലേ? ആ ഇംഗ്ലീഷിൽ ആ പിന്നെ പിന്നെ വേറെ പിന്നെ സോഷ്യൽ ആ 25 ആ എല്ലാം കുറച്ച്, അതിലും കുറച്ച് തന്നെ. പിന്നെ സയൻസാ? സയൻസ് 100-ൽ 32 ആ സയൻസിലാ? പിന്നെ പിന്നെ എന്തില്ല. അതന്നെ ചിലത് അറിയാത്തതെല്ലാം ജാസ്തി പഠിക്കണമെന്നു. നീ മാട പഠിപ്പിക്കുമ്പോൾ വരുന്ന നീ സ്ലോ ഫുള്ളു ആള് നിയാൻഷു. സാരല്ല അവാ ഇനി ജാസ്തി പഠിക്കണോ? അത് പഠിക്കാനെ തരുന്നത് ടീച്ചർ. പേരെതിട്ട് പഠിക്കാനെന്നെ ചെല്ലുന്നത് ടീച്ചർ. നിയാൻഷു കുറച്ച് പഠിക്കുന്നതിൽ കുറച്ച് ഡൗണു, എല്ലാത്തിലല്ല ഒന്നൊന്നിൽ ഫുള്ള് ഡൗണു. പിന്നെ കുറച്ചോ? കുറച്ച് വന്നിന്. അതിപ്പോൾ ട്യൂഷനൊക്കെ പോകുന്നല്ലേ, അങ്ങനെ കുറച്ചൂറ് ഉഷാറായിക്കൊണ്ടുള്ളോ. പിന്നെ അവന് സ്ലോ ആളാവും, ഭയങ്കര സ്ലോ അങ്ങനെ. നോക്ക സാരല്ലേ, ഇപ്പം ചെറിയ ക്ലാസ് അല്ലേ, വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ ശരിയാവും അല്ലേ നിയാൻഷോ? അല്ലേ? കേൾക്കുന്നില്ല, അങ്ങനെയല്ല ചെല്ലുമ്പോൾ മിണ്ടുന്നില്ല. എന്ത് അതജ്ജ വന്നത് നോക്കാ ഇങ്ങോണ്ട നിയാൻഷുക്ക് അജ്ജ ഡ്രാഗൺ ഫ്രൂട്ട് കൊടുന്നു. ആയിട്ടിരിക്കും കുറച്ച് പൊട്ടിനി. കത് ഫസ്റ്റ് കതിട്ട് മുറുക്കാവാ നമ്മയുള്ള നമ്മക്ക് നല്ല ഉണ്ടല്ലേ. മെല്ല മെല്ല നമ്മക്ക് വെക്ക്. ഇപ്പൊ കുളിച്ചോണ്ടുള്ളൂ, നമ്മെ കുളിച്ചോണ്ടുണ്ടു. നീ കുളിച്ചില്ലല്ലേ? വേഗം കുളിക്കണോ? പിന്നെ മോന്തിയാന്നല്ലേ ട്യൂഷൻ കൊണ്ടേ? നല്ല മധുരം ഉണ്ടല്ലേ. മതി മാറയാ അവക്ക് നമ്മക്ക്. അതെയാ അങ്ങനല്ല കുറച്ച് തന്നെ വേണമെങ്കിൽ. അപ്പൊ ഇന്ന ഫ്രിഡ്ജിലൂടെ വെച്ചെങ്കിൽ ഇത് വരുന്നു ഈ ശരിക്കുന്നു. പഠിക്കണോ? മാർക്ക് എടുത്തിനോ? നോക്കോ നല്ല മാർക്ക് എടുത്തിനോ? അത് മതി, അത് മതി. 90 അപ്പോ വേണ്ട, അത്ര എന്തോ സാറാന്ന് വേണ്ട. അത്ര എടുത്തിന് നോക്കാമോ? അവൻ അങ്ങനെ ചെറുതല്ലേ, വലുതാകുമ്പോ പഠിക്കോ? അമ്മ സോഷ്യല് മാത്സിലെടുത്തിനോ? മതി, അങ്ങനെ ചെറുതല്ലേ, പിന്നെ ഇത്ര സബ്ജക്റ്റ് അങ്ങനെ പഠിക്കുന്ന തോറു. അതിലൊക്കെ എല്ലാം 5 പേരുള്ള ഒരേപോലെ ഉണ്ടോ നോക്ക് കയ്യില്. ഒക്കെ 5 പേരുള്ള ഒരേപോലെ ഉണ്ടോ കയ്യിൽ? ഇല്ലല്ലേ. അങ്ങനെ ഒരാൾ ഉസാറിരിക്കുന്നു, ഒരാൾ ഉസാറിരിക്കുന്നില്ല. അവൻ വേറെ അങ്ങനല്ല, അവൻ വേറെ ഉസാറില്ലേ? ലോക്ക്ഡൗൺ നീ ഇല്ല ഞൊക്കും ലോക്ക്ഡൗണില്. അപ്പൊ സ്കൂളേ ഇല്ല ഞല്ലേ, ഓരോരു പിള്ളേർ ഉസാറിരിക്കുന്നു. അവൻ വേറെല്ലാം ഉസാറുള്ള അല്ലേ നിയാൻഷോ? വേറല്ലേ നല്ല ഉസാറുള്ള. തല്ലാപ്പനി നീ ഉസാറുള്ള. മൊബൈൽ അതാവോ നമ്മി ആന്റിയുടെ എടുക്കുന്നത്. ഇപ്പൊ ഹോംവർക്ക് ഉണ്ട്. പോന്നു നിയാഷൻ ഇപ്പോൾ ട്യൂഷനൊക്കെ വിളിച്ചോണ്ട് പോകുന്നത്. അങ്ങനെ മായ പിടിച്ചിന് ഇപ്പൊ ചോറും. നിയാഷ മായ പിടിച്ചിട്ടാ? മായ പിടിച്ചിന് നോക്കല്ല, വേഗം പോയിട്ടമ്മ. നല്ല പിടിച്ചിന് മായ. പറഞ്ഞ വരുവാ? വരുവാ? ചണ്ടിയാവല്ലേ പാതിക്കെത്തുമ്പക്ക്?
ഒരു മണി ഞാൻ നോക്കുന്നു പോയി ഞങ്ങൾ റപ്പാന്ന് പോയിട്ട് വരാം പിന്നെ ലേറ്റ് ആവും പുറത്തിരിപ്പിക്കാൻ നിങ്ങൾ ക്ലൗഡ് ഇരിക്കട്ടെ ക്ലൗഡ് പോകുന്നു പഠിക്കുന്നു ആ ബാ 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 ചണ്ടിയാവണ്ട ബാ ബാ ഈ വാട ഇരിക്കുന്നത് ചണ്ടില്ലോടാ മഴ വന്നിട്ട് എന്ത് മഴ പാറിപ്പോണുണ്ട് പോന്നെങ്ങനെ പോയാ ആ നീഷാ പോയി പാർന്ന മാത്രം അത് പോയി ബാ ലേറ്റ് ആയി കണക്കറല്ല പിന്നെ നാനി വരുമ്പോ ലേറ്റ് ആവും പിന്നെ ജാവോ ആ പോയല്ലേ അങ്ങനെ ഇപ്പോൾ ഉണ്ടല്ലേ മോന്തിയായി നമ്മ മോന്തിത്ത തിരിവെച്ചോണ്ടുള്ള അങ്ങനെ നിയാൻഷു ട്യൂഷന് വരണത്രേ നിയാൻഷനുണ്ടല്ലേ എൻ്റെ അക്ക വിളിച്ചോണ്ട് വരുന്നത് അവളെ മോള് ട്യൂഷനൊക്കെ പോകുന്നു അങ്ങനെ അവരൊക്കെ തന്നെ ട്യൂഷൻ ഇളക്കിയിട്ട് വരുന്നരി കൊണ്ടുപോകുമ്പോൾ മാത്രം ഞാൻ വിളിച്ചോണ്ട് പോകുന്നത് ജാവു അവരെ വിളിച്ചോണ്ട് വരുന്നരി പിന്നെ ഞാൻ നിയാൻഷൻ അവിടെ റോഡ് സൈഡിൽ നിന്ന് പോയിട്ട് വിളിച്ചോണ്ട് വരുന്നത് പിന്നെ ഉണ്ടല്ലേ എനിക്ക് സ്റ്റിച്ചിങ് ആക്കാൻ അർജൻറ്റായിട്ടുണ്ടായി രണ്ട് ബ്ലൗസ് അങ്ങനെ അതിനുണ്ടല്ലേ ഞാൻ കട്ടിങ് ആക്കാൻ തന്നെ നിന്ന് കസ്റ്റമർ തന്നിട്ട് ഒരാഴ്ച ആയി പിന്നെ അല്ലേ വേറെ സ്റ്റിച്ച് ആക്കാനുള്ള കാരണം ഞങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ആയിട്ടില്ല പിന്നെ അവർക്ക് അർജൻറ്റ് ഉണ്ടോയെന്ന് ചെല്ലിയരി അതിന് പിന്നെ ഞാൻ ജാവുവിനെ കട്ടാക്കിയിട്ട് വെച്ചങ്ങ് നാളെ ഞങ്ങൾക്ക് പവളയിനെ സ്റ്റിച്ച് ആക്കാനാന്ന് കട്ടാക്കാൻ തന്നെ കുറച്ച് ലേറ്റാന്നത് ചെല്ലെങ്കിൽ ജാഗ്രതയിൽ കട്ടാക്കണമെന്നല്ലേ അങ്ങനെ ജാവു നീയാൻ ഷൂട്ടിനെ കൊണ്ടല്ലേ അവൻ ഉപദ്രാക്കുന്നു അങ്ങനെ അവൻ ഇല്ലാത്ത നേരത്തെ തന്നെ ഞാൻ കട്ടാക്കുന്നത് പിന്നെ സ്റ്റിച്ചിങ് ആയെങ്കിൽ പവളയെങ്കിൽ ആക്കാൻ നിലത്തിന്ന് പിന്നെ ഞാൻ കട്ടാക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ എന്നെ ഉണ്ടല്ലേ എനക്കൊരു സർപ്രൈസ് ഉണ്ടായി നിലത്തി എനിക്ക് അറിയേയില്ല ഇനി എൻ്റെ ഒരു ഫോളോവർ ഉണ്ടല്ലേ കോളാക്കി എനക്കല്ല എൻ്റെ അപ്പുറത്തെ പുരക്ക് കോളാക്കി അവിടെ വന്നിട്ട് അവിടുന്ന് അപ്പുറത്തെ പുരൻ്റെ അവരുടെ മൊബൈലിൽ നിന്ന് എനിക്ക് കോളാക്കിയിട്ടുണ്ടല്ലേ അവർ റോഡ് സൈഡിൽ ഉണ്ടു എന്നിട്ട് ചെല്ലിയറി എനിക്ക് നേരായിട്ട് അവർ ആര് എന്ത് എന്നിട്ട് ഗുർത്തന്നെ ഇല്ല മാത്രം അവരുണ്ടല്ലേ എൻ്റെ പുര തേടിക്കൊണ്ട് വന്നിട്ട് എനിക്ക് വിഷാക്കൊന്നി വന്നത് നെൽമുണ്ടല്ലേ എനിക്ക് ഭാരി ഖുഷി ആയിക്കൊണ്ടുണ്ട് എന്താ ചെല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ 1K സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയി കൊണ്ടല്ലേ അവർ എനക്കൊണ്ടല്ലേ ഗിഫ്റ്റ് കൊടുക്കാൻ ಹೇಳ್ತಿ വന്നത് ഇപ്പം നോക്കി അവർ ഞാൻ പോയിട്ട് അവരെ പുരക്ക് വിളിച്ചോണ്ട് വന്നേ ഭാരി കൊസിയെല്ലാം കൊണ്ടല്ലേ എനിക്ക് ഭാരി കൊസിയായിനി ആക്ച്വലി ഓರು എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവർ ആയിട്ടുണ്ടായി അതിന് പിന്നെ എനിക്ക് യൂട്യൂബിൽ ഓറ് കണക്ട് ആയിട്ട് ഇപ്പോൾ 1K ആയിട്ടാകുമ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് കൊടുന്നേരി ഓരോ ഉണ്ടല്ലേ ക്രാഫ്റ്റ് പേജ് ഉണ്ടോ ഞാൻ അതിനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആക്കിയിട്ട് ഇടുന്നു നിങ്ങൾ എല്ലാവരും പോയിട്ട് അതിനെ വിസിറ്റ് ആക്കണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവർക്കും ബൈ ബൈ